ബലറാമിനെ എന്നും ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം KPCCയുടെ ഉപാധ്യക്ഷനാണ്. പരാമർശം വളരെ വിവാദമായിരുന്നല്ലോ. അതെല്ലാം ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. KPCC പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇനി കോൺഗ്രസ് വിരുദ്ധരാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് KPCC പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. KPCC അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഞാൻ അതിനെക്കുറിച്ച്, അത് സംഘടനാപരമായ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. മുൻ KPCC പ്രസിഡന്റ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ സദ്യയിൽ താനാണെങ്കിൽ പങ്കെടുക്കുമായിരുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ഒരാളല്ല. എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തെറ്റ് പറഞ്ഞ് വിമർശിക്കാനുള്ള അധികാരം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വരെയുണ്ട്. അവരെല്ലാം മുതിർന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹം പറഞ്ഞതിലൊന്നും യാതൊരു വിരോധമോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. അവർക്ക് എന്നെ വിമർശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എവിടെ പറയണം, എങ്ങനെ പറയണം എന്ന് അവരവര് ആലോചിച്ചാൽ മതി. എനിക്കൊരു പരാതിയില്ല. എനിക്ക് അത്തരം കാര്യങ്ങളിൽ പരാതിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, CPM മാധ്യമ വിഭാഗം അവർ യോഗം ചേർന്നിട്ട് നിരന്തരമായി എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വിവിധ യൂട്യൂബ് ചാനലുകളെ, കുറേ യൂട്യൂബ് ചാനലുകളെ ഇവർ പർച്ചേസ് ചെയ്തിട്ട് അവർ വഴി എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. അതൊന്നും എന്റെ മീതെ ഒരു പോറൽ പോലും എന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അതൊന്നും എനിക്ക് അങ്ങനെ പരാതിയൊന്നും. ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളെ സ്ഥാനമാണ് നഷ്ടപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ബൽറാമിനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ബൽറാമിനെ ഒന്നും പുറത്താക്കിയിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞത്? ഡിജിറ്റൽ മീഡിയ നോ, അത് തെറ്റായ വാർത്ത. VT ബലറാമിനെ എന്നും ഒരു സ്ഥലത്ത് നിന്നും പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം KPCCയുടെ ഉപാധ്യക്ഷനാണ്. പക്ഷെ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ആവശ്യം.